എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പോക്കോ M3 Pro 5G എന്ന് പറഞ്ഞ ഫോൺ റിവ്യൂ ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു 5G ഫോണാണ്. 5G ഫോണാണെന്ന് മാത്രമല്ല ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും വില കുറഞ്ഞ 5G ഫോണാണ്. 4GB റാം വേരിയന്റിന് വരുന്നത് 13,999 രൂപയും അതുപോലെ തന്നെ 6GB റാം വേരിയന്റിന് വരുന്നത് 15,999 രൂപയാണ്. അപ്പോൾ നമ്മൾ അൺബോക്സ് വെറുപ്പിക്കുന്നില്ല. നമുക്ക് ബോക്സിൽ ഫോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജർ വരുന്നുണ്ട്. ചാർജർ ആണെന്നുണ്ടെങ്കിൽ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. പിന്നെ ചാർജിങ്ങിനും ഡാറ്റ സിങ്കിങ്ങിനുമായിട്ട് USB Type-C കേബിളാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ബാക്ക് കവർ കിട്ടുന്നുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബാക്ക് കവറാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ലുക്കാണ്, ഒന്നും പറയാനില്ല. നല്ല ഗ്ലോസി ഫിനിഷാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റും ആയിരിക്കും. പക്ഷേ നമ്മൾ കവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു ക്യാമറയുടെ ഭാഗമൊക്കെ കാണാനായിട്ട് നല്ല സ്റ്റൈലിഷ് ലുക്കാണ്. പോക്കോ എന്നുള്ള ലോഗോ കുറച്ച് വലുതായി പോയെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്നാലും നല്ല സ്റ്റൈലിഷ് ലുക്കാണ് കേട്ടോ. ഒരു 13,500 രൂപ അല്ല 15,000 രൂപയുടെ ഫോണാണെന്ന് പറയുകയില്ല. അത്യാവശ്യം നല്ല വില കൂടിയ ഫോണിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. IPS LCD ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഇതിൽ 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടച്ച് സെൻസിറ്റിവിറ്റി ഒക്കെ സൂപ്പറാണ്. നമുക്ക് ടച്ച് ചെയ്യാനൊക്കെ വളരെ സ്മൂത്താണ് സെറ്റ്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് സ്ക്രീൻ ഗാർഡൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല. സാധാരണ പണ്ടത്തെ ടൈപ്പ് പ്ലാസ്റ്റിക് ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിൻ്റെ കൂടെ തന്നെ ഗ്ലാസ് ഓർഡർ ചെയ്താൽ നല്ലതായിരിക്കും. ഫോണിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡ് വരുന്ന പ്ലാസ്റ്റിക്കാണ്. ഞാൻ പറഞ്ഞ നല്ല സ്റ്റൈലിഷ് ലുക്കാണ് കാണാനൊക്കെ ആയിട്ട്. അത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്. നമുക്കങ്ങനെ സൗണ്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല സോളിഡ് ആയിട്ടുള്ള ഫോണാണ്. 5000 mAh ബാറ്ററി വരുന്നുണ്ടെങ്കിലും ഫോൺ നല്ല സ്ലിം ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ബൾക്കി ആയിട്ടുള്ള ഫോണൊന്നുമല്ല, നല്ല ഒതുങ്ങിയൊരു ഫോണാണ്. ഫോണിൽ MIയുടെ UI ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇതിൽ മിക്ക ബ്ലോട്ട്വേഴ്സും നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. 1-2 ആപ്പ് മാത്രമേ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഫോണിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 128GB ഏകദേശം 112GB അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് 6GB ആണ് റാം വരുന്നത്. ഫോണിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 11 ഫോൺ വരുന്നത്. പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ Dimensity 700 എന്ന് പറഞ്ഞ പ്രോസറാണ് വരുന്നത്. ഇതൊരു 5G എനേബിൾഡ് പ്രോസറുമാണ്. അത്യാവശ്യം നല്ല ഗെയിമിങ്ങിനൊക്കെ പറ്റിയ പ്രോസറാണ്. നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നോർമൽ യൂസിൽ യാതൊരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ 90 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് നല്ല സ്മൂത്താണ്. നമുക്ക് ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്യില്ല. ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്യാമറ വരുന്നത് 48 MP ആണ്. അതുപോലെ തന്നെ 2 MP ഡെപ്ത് സെൻസറും 2 MP മാക്രോ ലെൻസുമാണ് വരുന്നത്. പിന്നെ ഡ്യുവൽ LED ഫ്ലാഷ് വരുന്നുണ്ട്. സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 MP ആണ് സെൽഫി ക്യാമറ വരുന്നത്. ഫോണിൻ്റെ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം നമുക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പീക്കർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. സിംഗിൾ സ്പീക്കർ ആണെങ്കിൽ നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല ലൗഡായിട്ടുള്ള സൗണ്ടുമാണ്. അതുപോലെ MIയുടെ എല്ലാ ഫോണിലും വരുന്ന പോലെ തന്നെ എയർ ബ്ലാസ്റ്ററും വരുന്നുണ്ട്. ഫോണിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം അതിൻ്റെ ബാറ്ററി ലൈഫാണ്. 5000 mAh ആണ് ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഞാനൊരു ഹെവി യൂസറാണ്, എന്നിട്ട് എനിക്ക് 1.5 ദിവസത്തോളം ബാറ്ററി ലൈഫ് കിട്ടി. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ 2 ദിവസം എന്തായാലും ഈസി ആയിട്ട് ബാറ്ററി ലൈഫ് കിട്ടും. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ് അൺലോക്ക് ആയിക്കോട്ടെ നല്ല രീതിയിൽ വർക്ക് ആകുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ആണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റാണ്. നമ്മൾ മീഡിയാടെക്കിൻ്റെ ഒരു പ്രോസറുള്ള ഫോൺ വരുമ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, ഇത്രയൊക്കെ പെർഫോമൻസ് ഉണ്ടാവുള്ളൂ എന്നൊരു ഐഡിയ നമുക്ക് ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഒരിക്കലും കരുതേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റുള്ള ഫോൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യാതൊരുവിധ ലാഗും ഇല്ലാണ്ട് നല്ല ഒരു ഹീറ്റും ഇല്ലാണ്ട് യാതൊരുവിധ ഹീറ്റിങ്ങും ഇല്ലാണ്ട് നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ യാതൊരുവിധ ഹീറ്റിങ്ങും ഉണ്ടായിട്ടില്ല. അത്യാവശ്യം ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, യാതൊരുവിധ ഹീറ്റിങ്ങും ഇല്ല. അതുപോലെ തന്നെ നല്ല പെർഫോമൻസുമാണ്. നമുക്ക് റാം മാനേജ്മെൻറ്റ് എടുത്ത് പറയണം. അത്യാവശ്യം ഒരു 5-6 ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ആപ്ലിക്കേഷൻ വേറെ ആപ്ലിക്കേഷനിൽ പോകുന്ന സമയത്ത് നമുക്ക് ലാഗോ ഒന്നുമില്ല. നമ്മൾ നേരത്തെ തുറന്ന ആപ്ലിക്കേഷനെല്ലാം മെമ്മറി സൂക്ഷിച്ചിട്ടും ഉണ്ടാവും. നമുക്ക് റീലോഡ് ആവേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് നമുക്ക് പരസ്യങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ കാണാനില്ല. MIയുടെ ഫോണിലുള്ള മെയിൻ പ്രശ്നമായിരുന്നു പരസ്യങ്ങൾ കാണുമെന്നുള്ളത്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് യാതൊരു രീതിയിലുള്ള ആടുകളോ ഒന്നും തന്നെ ഇല്ല. മീഡിയാടെക്കിൻ്റെ ചിപ്സെറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഉള്ളിൽ വരുന്ന ഒരു കാര്യമാണ് ഹീറ്റിംഗ്. മീഡിയാടെക്കിൻ്റെ എല്ലാ ചിപ്സെറ്റിലും നമുക്ക് ഹീറ്റിങ്ങോട് കൂടിയ ഫോൺ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഗെയിം കളിക്കുമ്പോഴായിക്കോട്ടെ ഫോട്ടോ എടുക്കുമ്പോഴായിക്കോട്ടെ എപ്പോഴും നന്നായിട്ട് ഹീറ്റ് ആറുണ്ട് ഫോൺ. പക്ഷേ ഈ ഒരു ചിപ്സെറ്റിൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ ഇഷ്യൂ നമുക്കില്ല. ഗെയിമിംഗ് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഗെയിം കളിച്ച് നോക്കി ഫോൺ ഒരിക്കൽ പോലും നമുക്ക് ഓവർ ഹീറ്റ് ആയിട്ടില്ല. നോർമൽ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. പോക്കോയുടെ M3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് M3ക്ക് അതൊരു മെയിൻ പ്രോബ്ലം അതിൻ്റെ ക്യാമറയായിരുന്നു. പക്ഷേ M3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. 48 MP എടുക്കുന്ന ഫോട്ടോസൊക്കെ വളരെ മികച്ചതാണ്. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെൽഫി നമുക്ക് നല്ല ഫോട്ടോ ആണ് കിട്ടുന്നത്. എടുത്തു പറയേണ്ട കാര്യം പോക്കോ M3ക്കകത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സെൽഫി എന്ന് പറയുന്നത് മേക്കപ്പ് ഇട്ട രീതിയിലുള്ള സെൽഫിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് നല്ല നാച്ചുറലായിട്ട് കളറാണ് കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത ഫോട്ടോയും കാര്യങ്ങളൊന്നും അല്ല കിട്ടുന്നത്. പോക്കോ M3ക്കകത്ത് നമുക്ക് മാക്രോ ഷോട്ടുകളൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷേ ഇതിനകത്ത് കണ്ടോ നല്ല മാക്രോ ഷോട്ടുകളൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മാക്രോ ഷോട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ആക്കിയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്.
പിന്നെ ഫോണിൻ്റെ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ ഒരേ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇതിനകത്തൊരു വൈഡ് ആംഗിൾ ലെൻസ് ഇല്ല എന്നൊരു നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓവറോൾ ക്യാമറ നോക്കുമ്പോഴത്തേക്കും പോക്കോ M3 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു വൈഡ് ആംഗിൾ ലെൻസ് കൂടെ നമുക്ക് ഇതിനെ തന്നിരുന്നുണ്ടെങ്കിൽ ക്യാമറ നല്ല കിടു ക്യാമറയാണ്. നിങ്ങളൊരു 5G സ്മാർട്ട് ഫോൺ എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഏകദേശം ഒരു 15,000-16,000 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് 1-2 ഫോണുകളെ 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളുള്ളൂ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണിത്. അത്യാവശ്യം നല്ല ക്യാമറയാണ്, അതുപോലെ നല്ല പെർഫോമൻസ് ആണ്, ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ല, അതുപോലെ തന്നെ നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വേറെ ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.